ഹലോ. ഇന്ന് വീണ്ടും ഒരു പ്ലാന്റിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, നമുക്ക് കൃഷിഭവനിൽ നിന്നൊരു വിയറ്റ്നാം എയർലി പ്ലാവിൻ്റെ തൈ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ പ്രാവശ്യം നമുക്ക് ഡ്രമ്മിൽ ടെറസിലൊന്ന് വെക്കാം എന്നൊരു പ്ലാൻ. കാരണം ഞാൻ ഒരുപാടിടത്ത് കണ്ടിട്ടുണ്ട് ഈ ചെറിയ ഡ്രമ്മിലൊക്കെ ഇങ്ങനെ ഒരുപാട് ചക്കകളൊക്കെ ഇങ്ങനെ കായ്ച്ച് കിടക്കുന്നത്. അതുപോലെ മാങ്ങ അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പം ഞാനൊന്ന് വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. നഴ്സറികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് കവറിലുള്ള പ്ലാവും മാവും വരെ കായ്ച്ചെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇതാണ് എനിക്ക് കിട്ടിയ പ്ലാവിൻ തൈ. ഇത് ബഡ് ചെയ്ത തൈയാണേ. നോർമൽ ചക്കക്കുരു ഇട്ട് മുളപ്പിച്ചതിൽ ഈ വിയറ്റ്നാം എയർലിയുടെ ബഡ് വെച്ചിട്ട് ബഡ് ചെയ്തെടുത്തിട്ടുള്ള തൈയാണ്. ഞാനൊരു മീഡിയം സൈസിലുള്ളൊരു ഡ്രമ്മാണ് എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ മാറ്റി വേറെ വലിയ ഡ്രം കൊടുക്കാം, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ തൽക്കാലം ഇതേ ഉള്ളൂ. ഞാൻ 2 ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് പോട്ടി മിക്സൊക്കെ ഇട്ടിട്ട് ഒന്ന് നട്ട് നോക്കാം എന്നുള്ളൊരു പ്ലാനാണ്. ഞാൻ എന്തായാലും ടെറസിലാണ് വെക്കുന്നത്. അപ്പം ഇനി എന്തൊക്കെയാണ് പോട്ടിംഗ് മിക്സ് എന്നുള്ളത്, ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് തൊണ്ടാണ്. അപ്പം ഒരു കാൽ ഭാഗത്തിന് താഴെ നിൽക്കുന്ന രീതിയിൽ തൊണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണങ്ങിയ ആട്ടിൻ കാഷ്ടവും കുറച്ച് കരിയിലയും ഒക്കെ കൂടെയുള്ള ഒരു വളം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് രണ്ടുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് രണ്ടും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേണം മണ്ണ് നിറയ്ക്കാൻ. അപ്പം ആദ്യം ഞാൻ തൊണ്ട് അടുക്കിയിട്ടുണ്ട്. ഈ തൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ദ്രവിക്കും. അപ്പം ദ്രവിച്ച് പോയി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫുൾ പോട്ടി മിക്സ് താഴോട്ട് ഇറങ്ങുമല്ലോ. അന്നേരം നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. റീപോട്ട് ചെയ്യാതെ തന്നെ എക്സ്ട്രാ നമുക്ക് വളമോ കമ്പോസ്റ്റോ എന്താ വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൊണ്ടിന് മേലെ ഞാൻ ആട്ടിൻ കാഷ്ടവും കരിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം പകുതിക്ക് താഴെ ആയിട്ടേ ഉള്ളേ. ഇനി ഇതിൻ്റെ മുകളിൽ വേണം നമുക്ക് മണ്ണ് നിറയ്ക്കാൻ. അപ്പം ഞാനിതും കൊണ്ട് ടെറസിലോട്ട് കയറാൻ പോവാണേ. മണ്ണും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മണ്ണ് നിറച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ മണ്ണും ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നിറച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഇടണം. കാരണം ഇത് ഫുള്ള് നിറച്ചാലും ഇപ്പോൾ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി തൊണ്ടൊക്കെ ദ്രവിച്ച് വരുമ്പോഴത്തേന് താഴോട്ട് ഇടിഞ്ഞ് താഴും. അന്നേരം നമുക്ക് എക്സ്ട്രാ മണ്ണ് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഫുള്ള് നിറയ്ക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഓൾറെഡി ടെറസിലൊരു കോവലിൻ്റെ പന്തലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു മുന്നേ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇത് കോവലിൻ്റെ പന്തലിന് താഴെയാണ് ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത്. കാരണം ചെറിയ പ്ലാന്റ് അല്ലേ ഇത്, 2-3 ഇല പരുവായതേ ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വാടിപ്പോയാലോ എന്നൊരു ഇതുണ്ട്. ടെറസ് ആയതുകൊണ്ട് ചൂട് കൂടുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിന് താഴെ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള സൺലൈറ്റേ വരത്തുള്ളൂ. പിന്നെ നമുക്ക് കുറച്ചുകൂടെ പ്ലാന്റ് വലുതായി കഴിഞ്ഞിട്ട് നല്ല സൺലൈറ്റിലോട്ട് മാറ്റി വെക്കാം. കാരണം വിയറ്റ്നാം എയർലിയൊക്കെ നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് 1 വർഷത്തിന് 1.5 വർഷത്തേക്ക് കായ്ക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നടുന്നതിന് മുന്നേ മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട്. ഒരു ചെറിയ കുഴി എടുത്തിട്ട് വേണം നടാൻ. അപ്പോൾ നടുന്നതിന് മുന്നേ ഈ ബഡ് ചെയ്ത ഭാഗം ഒരിക്കലും മണ്ണുമായിട്ട് ടച്ച് ചെയ്യാൻ ഇടവരുത്. അതായത് ബഡ് ചെയ്ത ഭാഗത്തിന് താഴെ മണ്ണിൻ്റെ ലെവലിൽ നിൽക്കുന്ന പോലെ വേണം നമ്മൾ നടാൻ. ബഡ് ചെയ്ത ഏരിയ കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ പിടിച്ച് ചെടി ഫുൾ ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ നടുന്നതിന് മുന്നേ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. ഇപ്പോൾ ഞാൻ കവറൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു ചെറിയ കുഴി പോലെ കുഴിച്ചിട്ട് ഇനി അങ്ങ് വെക്കുവാണ്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും ബഡ് ലെവലൊക്കെ നമ്മുടെ മണ്ണിൻ്റെ നിരപ്പിന് മുകളിലാണ്. ശരിക്കും ഞാൻ ഒത്തിരി താഴ്ത്തിയിട്ടില്ല, മേലെയാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് മണ്ണിട്ട് ഇതങ്ങ് ഫുള്ള് ഫില്ല് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമുക്കൊരു ഗ്യാപ്പുണ്ട്. വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും വളമോ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാനുള്ളൊരു ഗ്യാപ്പുണ്ട്. ഞാൻ ഫുള്ള് മണ്ണ് ഫില്ല് ചെയ്തിട്ടില്ല. ബഡ് ലെവലൊക്കെ മുകളിലാണ് നിൽക്കുന്നത്, പ്രശ്നമില്ല. ഈ ചെടി നന്നായിട്ട് വളർന്നോളും. ഇനി നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ബഡ് ചെയ്തതിന് താഴെ നിന്ന് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുമല്ലോ. അപ്പോൾ ആ ഒരു പ്ലാന്റിൽ നിന്ന് വരുന്ന ഇതിനകത്ത് ചെറിയൊരു മുകുളം പോലെ മുളച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ? അപ്പം ഇത് നമ്മൾ നുള്ളി കളയണം. അത് വളരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ് ചെയ്തതാണല്ലോ ശരിക്കുള്ള വിയറ്റ്നാം എയർലി. മറ്റേത് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് കുരു ഇട്ട് മുളപ്പിക്കുന്ന തൈയാണ്. അപ്പം അതിൽ നിന്നുള്ള മുകുളങ്ങൾ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ബഡ് ചെയ്ത ഭാഗം നശിച്ചു പോകും പെട്ടെന്ന്. അപ്പം അത് നിർത്താതെ ഈ ഒരു പ്ലാന്റ് മാത്രം മുകളിലോട്ട് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മാത്രം നോക്കിയാൽ മതി. ഇനി നമുക്ക് ഒരു പുത അത്യാവശ്യം
കരിയില കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിച്ച് ആ ഈർപ്പം നഷ്ടപ്പെടാതെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കരിയില കൊണ്ട് ഉണങ്ങിയ കരിയില കൊണ്ടൊക്കെ ഒരു പൊത ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കി. അപ്പം ഹോളൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ വെള്ളം വലിഞ്ഞ് താഴെ വന്ന് വെളിയിൽ പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നല്ല ഗ്രോത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ഡേറ്റ്സൊക്കെ ഇടുന്നതായിരിക്കും ഞാൻ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ ബൈ.